ഈ ആര്യ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിലേതോ പ്രിയരാഗം മൂളി ഞാൻ തകതിമിതോ ആ കണ്ടേ അളകാപുരം ഇതെല്ലാം ഹിറ്റായി. ഏതോ പ്രിയരാഗം മൂളി ഞാൻ. അത് ഹിറ്റാകാനുള്ള പ്രധാന കാരണം ഞങ്ങൾക്കന്ന് ഭാഷ അറിയാൻ പാടില്ലായിരുന്നു. അത് പിന്നെ ട്രാൻസ്ലേഷൻ അല്ലായിരുന്നു. ഈ ട്രാൻസ്ക്രിയേഷൻ ആയതുകൊണ്ട് കാര്യം ഞങ്ങളുടെ പോരായ്മയാണ് ഞങ്ങൾക്ക് ഗുണമായത്. ഈ ആര്യയിലാണ് ആദ്യമായി അല്ലു അർജുൻ, മലയാളികൾ ആദ്യം അല്ലു അർജുനെ കൂടുതൽ അറിയുന്നത് അപ്പോഴാണ്. ഈ ഡബ്ബിംഗ് പടത്തിൽ ആ സിനിമയിലൊക്കെ സഹകരിച്ച് ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവർക്ക് മൂലഭാഷയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തത് ഗുണകരമായി. അതുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രമായി എഴുതി ഈ സിനിമ ഒന്ന് കാണും, അതിൻ്റെ ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കും, എന്നിട്ട് കേരളത്തിൽ യോജിക്കുന്ന രീതിയിൽ അശ്ലീലമൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ തുറന്ന അശ്ലീല പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. പക്ഷെ അതൊന്നും വരാതെ ഞങ്ങൾക്ക് എങ്ങനെ എഴുതാൻ കഴിയും? അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റിയ ആരും ഇല്ലായിരുന്നു ഞങ്ങളുടെ കൂടെ. അല്ലു അർജുൻ എറണാകുളത്ത് വരികയും പ്രസ് മീറ്റിംഗ് ഒക്കെ നടത്തി. അന്നൊന്നും ആൾക്കാർ കൂടിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും തോന്നിയില്ല. കാര്യം അത്ര വലിയൊരു താരമാകുമെന്നൊന്നും ഓർത്തില്ലാത്തൊരു സമയമാണ്. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് രാജീവ് ആലിങ്കലാണ്. രാജീവേട്ട നമസ്കാരം. കുറെ നാളായി കണ്ടിട്ട്. സുഖായിരിക്കുന്ന? എങ്ങനെ പോകുന്നു? ഇപ്പൊ വർക്കൊക്കെ ആയിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരക്കുകളായിരിക്കും. കുറെ ഞാൻ നേരത്തെ വിളിച്ചപ്പോ എന്തോ എനിക്കൊന്നും പൂനെയിൽ പോയേക്കുമായിരുന്നു, കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് പൂനെയിലൊരു സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്ന് കുവൈറ്റിൽ പോയി. കുവൈറ്റിൽ NSSന്റെ ഒരു മലയാളി സമ്മേളനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു തിരക്കെന്ന് പറയുന്നത് ലോകത്തെ മലയാളികളോട് സംവദിക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർഷം 3 സിനിമ ഇറങ്ങി. ഒന്ന് നാദിർ ഷായുടെ മാജിക് മഷ്റൂം, ഒന്ന് ഉബൈനി സംവിധാനം ചെയ്ത ശുക്രൻ, അടുത്തത് രതീഷ് നെടുമങ്ങാട് എന്ന് പറയുന്ന വളരെ ഭംഗിയായിട്ട് ആ പടം എടുത്തിട്ടുണ്ട്. ആ സിനിമയുടെ പേര് ഈ തനിനിറം. അത് അനൂപ് മേനോന്റെ പടമാണ്. അപ്പോൾ ഈ വർഷം തന്നെ ഈ 2ാമത്തെ മാസം തന്നെ 3 സിനിമ ഇറങ്ങി. ഞാൻ സിനിമയിൽ വന്നിട്ടിപ്പോൾ 24ാമത്തെ വർഷമാണ്. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് ആദ്യത്തെ സിനിമ. അപ്പോൾ എനിക്ക് അവസരം നൽകിയവർ, എന്നോടൊപ്പം സഞ്ചരിച്ചവരൊക്കെ ഇപ്പോൾ സിനിമയിൽ ഇല്ലാത്ത കാലമാണ്. പുതിയ ആൾക്കാർ രംഗത്ത് വരുന്ന കാലമാണ്. അപ്പോൾ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ പണ്ട് ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ പറയുമായിരുന്നു, അവർക്ക് അവസരം നൽകിയവർ ഒരുപക്ഷെ IV ശശിയോ ജോഷിസോ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ അവരുടെ അസോസിയേറ്റ് ആയിട്ട് പാട്ട് എഴുതുമ്പോഴൊക്കെ അടുത്ത് നിൽക്കുന്നവർ പിന്നീട് പടം എടുക്കുമ്പോൾ എൻ്റെ അടുത്ത പടത്തിൽ ഗിരീഷേട്ടൻ എഴുതുമെന്നൊക്കെ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം ഇല്ലാതായി. ഇപ്പോൾ സിനിമയിൽ ഗുരുക്കന്മാരോടൊപ്പം നിന്ന് സിനിമ പഠിച്ചിട്ട് സ്വതന്ത്ര സംവിധായകരാകുന്നവരുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അത് ടെക്നോളജി ഒക്കെ വികസിച്ചു, സിനിമയുടെ ഭാവുകത്വം മാറി, പാട്ടിൻ്റെ ഭാവുകത്വവും മാറിപ്പോയി. പാട്ട് പഴയ രീതിയിലുള്ളതല്ലാതായി മാറിയിട്ടുണ്ട്. അതിന് കാലമാണ് കാരണം. കാലം ഇപ്പോൾ ഇനി ഒരു കൊയ്ത്ത് പാട്ട് ഇനി ഒരിക്കലും ഉണ്ടാവില്ല. കാര്യം യന്ത്രത്തിന് വികാരമില്ലല്ലോ. ഇപ്പൊ യന്ത്രം പിന്നെ ആണ് ഇപ്പൊ കൊയ്യുന്നത്. ആ സമയത്ത് എന്ത് പാട്ടാണ്? യന്ത്രപ്പാട്ടോ. അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും മാറ്റം ഉണ്ടാവും, വികാരങ്ങൾക്ക് മാറ്റം ഉണ്ടാവും, കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങൾക്ക് മാറ്റമുണ്ട്. അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവുന്ന ഒരു കാലത്ത് നമ്മൾ നിലനിൽക്കുകയാണ്. ഇപ്പൊ ഈ പാട്ടുകളൊക്കെ, ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാം ഒന്നല്ല ഞാൻ പറയുന്നത്, വളരെ ഭംഗിയോടുകൂടി എഴുതുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരു ഭൂരിഭാഗം ഇപ്പോൾ നമ്മൾ ട്യൂൺ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൂട്ടി വെക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് ആ ഒരു സിനിമയിൽ തിങ്കൾ നിലാവിൻ ആ പാട്ടൊക്കെ ചേട്ടനത് അത് വളരെ ഭംഗിയായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഒരുപാട് മാറ്റം ഇങ്ങനെ വരുന്നുണ്ട്. അത് ചേട്ടൻ ഫീൽ ചെയ്യുന്നുണ്ട്? അല്ല, ആ കാലഘട്ടം ഒരു വലിയൊരു കാലഘട്ടമാണ്. കാര്യം മലയാളത്തിലെ ഓഡിയോ വിപണിക്ക് വലിയ ശക്തമായൊരു സാന്നിധ്യം ഉണ്ടായിരുന്നൊരു കാലം. ഓഡിയോ കമ്പനികൾ, ജോണി സാഗരിക, സർഗം, ഈസ്റ്റ് കോസ്റ്റ്, ഇവർ തമ്മിലൊരു മത്സരം ഈ പാട്ടെടുക്കാൻ വേണ്ടി. അതിനിടയ്ക്ക് യേശുദാസും ജയേന്ദ്രനും ചിത്രയും സുജാതയും
ബിജു നാരായണനും MG ശ്രീകുമാറും ഒക്കെ പാടുന്ന പാട്ടുകൾ ഉണ്ടാവണം. അത് കൈതപ്രവും ഗിരീഷ് പുത്തഞ്ചേരിയും രമേശൻ നായർ ഇവർ 3 പേരിൽ ഒരാൾ എഴുതണം. അത് വിദ്യാസാഗറും ജോൺസണും രവീന്ദ്രൻ മാഷും മോഹൻ സിത്താരയും ഔസേപ്പച്ചനും ഇവരിൽ ആരെങ്കിലുമൊക്കെ സംഗീതം ചെയ്യണം. അങ്ങനെ ഒരു 15 വർഷക്കാലം സജീവമായി ഇങ്ങനെ നീണ്ടുപോയി. അതിനിടയ്ക്ക് പുതിയ ആൾക്കാർക്ക് അവസരം ലഭിക്കാതെയായി. കാര്യം ഇവർ തന്നെ വിപണി മൂല്യം ഇവർക്കാണ്. അതിനിടയ്ക്കാണ് നമ്മൾ രംഗത്ത് വരുന്നത്. അതിന് കാരണം ജോണി സാഗരിക തന്നെയാണ്. ജോണി സാഗരിക എന്നൊരു ഓഡിയോ കമ്പനി എന്ത് നഷ്ടമുണ്ടെങ്കിലും സഹിച്ചോളാന്നും പറഞ്ഞ് ഞങ്ങൾ കുറേ പേര് അവതരിപ്പിച്ചു ഹരിഹരൻ പിള്ളയിൽ. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്നൊരു മോഹൻലാൽ ചിത്രത്തിൽ പിന്നെ പ്രിയദർശൻ സാറിൻ്റെ അന്നത്തെ അസോസിയേറ്റ് വിശ്വനാഥ് എന്ന് പറയുന്നതാണ്. വിശ്വൻ വടുതല എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിനെ അസോസിയേറ്റ് നിന്നും ഒരു സ്വതന്ത്ര സംവിധായകനായി ആക്കി മാറ്റി ആ ചിത്രം. അതിലാണ് ഒരു സംഗീത സംവിധായകനെ അവതരിപ്പിച്ചത്. അതാണ് സ്റ്റീഫൻ ദേവസി. കേരളത്തിലെ ഗാനമേള ട്രൂപ്പുകളിൽ ഏറ്റവും സജീവമായിരുന്ന കലാഭവൻ ജിമ്മിയെ ഒരു സിനിമ പിന്നണി ഗായകനാക്കി. അന്ന് കാസറ്റുകളിലൊക്കെ പാടിക്കൊണ്ടിരുന്ന റോഷ്നി എന്ന് പറയുന്നൊരു ഗായികയുണ്ട്. ആ റോഷ്നിയെ ചലച്ചിത്ര പിന്നണി ഗായികയാക്കി. അതിൻ്റെ കൂടെയാണ് കുറേ നാടകങ്ങളിലും കാസറ്റിലുമൊക്കെ സജീവമായിട്ട് നിന്ന് എന്നെ കൂടി ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടും, അത് യേശുദാസ്, ചിത്ര, സുജാത, MG ശ്രീകുമാർ, ജയചന്ദ്രൻ ഇവരെയൊക്കെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. കാര്യം ഒരു 10-60ഓളം ഓഡിയോ കാസറ്റുകളിൽ പാട്ട് എഴുതിയതിനു ശേഷമാണ് ആദ്യത്തെ സിനിമ വരുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മുടെ സഹപ്രവർത്തകരായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു പാട്ടുണ്ടല്ലോ, ഭക്തിഗാനാവുമ്പോൾ അങ്ങനെ ആവില്ലല്ലോ. എല്ലാവർക്കും പറ്റിയ പാട്ടുകൾ ഉണ്ടായി. അതൊരു മോഹൻലാൽ ചിത്രത്തിലതായി. അപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ നമ്മളെ അറിയുമെന്നുള്ളൊരു സന്തോഷം ഉണ്ടായി. അതൊക്കെ ഒരു വല്ലാത്ത ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് വരെ ഒരു സമ്മേളനത്തിന് പോലും മുഖ്യാതിഥിയാകാതിരുന്ന നമ്മൾ ഹരിഹരൻ പിള്ള ഇറങ്ങിയതിൻ്റെ പിറ്റേ ആഴ്ച തൊട്ട് കോളേജുകളിൽ മുഖ്യാതിഥിയാവുന്നു. അതിന് ആക്കം കൂട്ടിയത് ഒരു ഡബ്ബിംഗ് പടമാണ്. അതിൻ്റെ പേര് പ്രണയമായി എന്നാണ്. അതിലാണ് I am very sorry ഒരു 4000. അതും ഈ ഒരു 2 മാസം അപ്പോഴാണ് ക്യാമ്പസ് അത് ഏറ്റെടുക്കുന്നത്. ക്യാമ്പസിൽ പിന്നെ പ്രിയദർശൻ സാറിന്റെ വെട്ടത്തിൽ കൂടി ആ വർഷം തന്നെ പാട്ട് എഴുതി. അതിൽ I love you ഡിസംബർ. അപ്പൊ ഇങ്ങനെ ഒരു സമയമായപ്പോഴോ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ, സ്കൂളുകളിൽ പിന്നെ ഒക്കെ എത്താൻ, പിന്നെ കലാലയ കൗമാരത്തോട് സംവദിക്കാൻ, അവർക്ക് എന്നെ തിരിച്ചറിയാൻ ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായത് ഈ സിനിമയിൽ എത്തിയതിനു ശേഷമാണ്. ഈ ഡബിങ് പടങ്ങള് മലയാളത്തിലേക്ക് എഴുതുമ്പോഴേക്കും ചില ആൾക്കാർ ഭയങ്കര, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയാറില്ലേ, കൈരളിയിലൊക്കെ വരുന്ന പടങ്ങൾ ഭയങ്കര എന്തോ പോലെയായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇതിനകത്തെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അല്ലു അർജുന്റെ മൂവി അല്ലായിരുന്നു, അതിനകത്ത് വേറൊരു പാട്ടും കൂടിയാണല്ലോ, പ്രിയ അല്ല അതില് ഈ പ്രണയമായെന്ന് പറയുന്നത് വേറൊരു, അതിനുശേഷം എഴുതിയ ഒരു സിനിമയാണ് ആര്യ. ഏതോ പ്രിയരാഗം. ഈ ആര്യയിലാണ് ആദ്യമായി അല്ലു അർജുൻ, മലയാളികൾ ആദ്യം അല്ലു അർജുനെ കൂടുതൽ അറിയുന്നത് അപ്പോഴാണ്. അല്ലു അർജുൻ എറണാകുളത്ത് വരികയും പ്രസ് മീറ്റിംഗ് ഒക്കെ നടത്തി. പക്ഷെ അന്നൊന്നും ആൾക്കാർ കൂടിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും തോന്നിയില്ല. കാര്യം അത്ര വലിയൊരു താരമാകുന്നൊന്നും ഓർത്തില്ലാത്തൊരു സമയമാണ്. അപ്പോൾ ഈ ആര്യ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിലെ ഏതോ പ്രിയരാഗം മൂളി ഞാൻ, തകതിമിതോ, ആ കണ്ടയാളകാപുരം, ഇതെല്ലാം ഹിറ്റായി. അത് ഹിറ്റാകാനുള്ള പ്രധാന കാരണം ഞങ്ങൾക്കന്ന് ഭാഷ അറിയാൻ പാടില്ലായിരുന്നു. അത് പിന്നെ ട്രാൻസ്ലേഷൻ അല്ലായിരുന്നു. ട്രാൻസ്ലേഷൻ അല്ല, അതാണ് ഏറ്റവും വലിയൊരു, ഈ ട്രാൻസ്ക്രിയേഷൻ ആയതുകൊണ്ട്. കാര്യം ഞങ്ങളുടെ പോരായ്മയാണ് ഞങ്ങൾക്ക് ഗുണമായത്. ഭാഷ നന്നായിട്ട് അറിയാമായിരുന്നെങ്കിൽ ഇപ്പോൾ കബൂത്തർജ അത് കബോധമേ പോ എന്നാണ് എഴുതി വെച്ചത്. അപ്പോൾ കബോധം എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പെൺകുട്ടിക്ക് അറിയാൻ പാടില്ലല്ലോ ഈ വാക്ക് എന്ന് ചിന്തിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ഭാഷ അറിയാമായിരുന്നത് കൊണ്ടായിരിക്കും അത് എഴുതിയ ആള് അതേപടി അങ്ങോട്ട് പകർത്തി വെച്ചു. നമുക്ക് അങ്ങനെ പകർത്തി വയ്ക്കാൻ കഴിയാതിരുന്നത് ഈ ഡബ്ബിംഗ് പടത്തിൽ ആ സിനിമയിലൊക്കെ സഹകരിച്ച ഞങ്ങൾ കുറച്ച് ആൾക്കാർ, അവർക്ക് മൂലഭാഷയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തത് ഗുണകരമായി. അതുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രമായി എഴുതി. അതുകൊണ്ടാണ് നാദാ ബംഗ സോറി 4000 ആയത്. അത് ഗുണമായി. അതുപോലെ പിന്നെ മൂലഭാഷയിൽ അല്ലു അർജുന്റെ ആ സിനിമയിൽ എന്താണ് പറഞ്ഞതെന്ന് പോലും ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അത് കണ്ടുകൊണ്ട് എഴുതിയത് കൊണ്ടാണ് അതൊക്കെ. അത് അങ്ങനെ പറഞ്ഞു തരില്ലായിരുന്നോ, അതൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എന്നുള്ളത്? അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റിയ ആരും ഇല്ലായിരുന്നു ഞങ്ങളുടെ കൂടെ. ഖാദർ ഹസൻ, ഒരു സഞ്ജീവ് ലാൽ, ചിലപ്പോൾ വിജയ് കരുൺ, ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിരിക്കും, ഒരു മുറിക്കകത്തിരിക്കും. ഞങ്ങൾ ഇതിന്റെ ഈ സിനിമ ഒന്ന് കാണും, അതിൻ്റെ ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കും. എന്നിട്ട് കേരളത്തിൽ യോജിക്കുന്ന രീതിയിൽ, അശ്ലീലമൊന്നും ഇല്ലാത്ത രീതിയിൽ, ഈ തുറന്ന അശ്ലീല പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. പക്ഷെ അതൊന്നും വന്നിട്ടില്ല, വരാതെ ഞങ്ങൾക്ക് എങ്ങനെ എഴുതാൻ കഴിയും എന്ന രീതിയിലാണ് അതൊക്കെ
എഴുതി. അതുകൊണ്ട് അത് വളരെ ഭംഗിയായി ഇപ്പോഴും ഒരു പക്ഷേ അന്ന് ജനിക്കാത്ത ആൾക്കാർ ഇപ്പോൾ കൗമാരത്തിലെത്തുമ്പോൾ ആര്യയും ലക്ഷ്മിയും പ്രണയമായും ഒക്കെ ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ട്. എൻ മനസ്സ് നീ കവർന്നു, നിന്മായയിൽ ഞാൻ അലിഞ്ഞു ഇന്നാദ്യമായി എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ അതൊക്കെ ഈ പ്രണയമായയിലാണ്. അപ്പോൾ അങ്ങനെയാണ് സിനിമയിൽ. പിന്നെ സിനിമയിൽ സജീവമായുള്ള പ്രധാന കാര്യം കനകസിംഹാസനമാണ്. കനകസിംഹാസനത്തിലെ പ്രിയതമേ ശകുന്തള എന്ന പാട്ട് യേശുദാസും ചിത്രയും പാടുന്നു. എം ജയേന്ദ്രൻ്റെ സംഗീതം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, രാജസേനൻ എന്ന സംവിധായകൻ. ഞാൻ ആദ്യം ഒരു ചിത്രീകരണം കാണുന്നത് ചേർത്തലയിൽ വെച്ചാണ്. അത് കടിഞ്ഞൂൽ കല്യാണത്തിൻ്റെ ആണ്. അപ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ആണ് ശ്രീ രാജസേനൻ. അപ്പോൾ രാജസേനൻ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് അന്ന് കാണുന്നു, ഒരു അവസരം ചോദിക്കുന്നു. അപ്പോൾ അവസരം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അപ്പോൾ എനിക്കൊരു 18 വയസ്സേ ഉള്ളൂ ഈ കടിഞ്ഞൂൽ കല്യാണം. അന്നാണ് ജയറാമിനെയൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്, താരങ്ങളെയൊക്കെ ആദ്യമായിട്ട് കണ്ട ഒരു 18 വയസ്സ്. അപ്പോൾ അന്നേ ഈ പാട്ടെഴുതണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, മോനെ ഷൂട്ടിംഗ് പിന്നെ തുടങ്ങുന്നതിന് മുമ്പേ പാട്ടിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ കഴിയും. അപ്പോൾ ഈ സിനിമയിൽ വിച്ചു തിരുമല എഴുതി രവീന്ദ്രൻ മാഷ് ഈണമിട്ട പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു പാട്ടിങ്ങനെ വാഗ്മാനിൽ കേൾപ്പിക്കുകയാണ്. മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മൗന സഞ്ചാരം, മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മൗന സഞ്ചാരം. അപ്പോൾ ഈ പാട്ടിന് പിന്നീട് ബിജു സാറിന് ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി. ഭാഗ്യവശാൽ ഈ 18 വയസ്സുകാരൻ 19 വയസ്സിൽ പിറ്റേ വർഷം ഒരു പ്രൊഫഷണൽ നാടകത്തിൽ, ചേർത്തല ശൈലജയുടെ മാന്ത്രിക കരടി എന്ന് പറയുന്ന നാടകത്തിൽ പാട്ടെഴുതി ഒരു പ്രൊഫഷണൽ ഗാനരചയിതാവായി. പിന്നീടും ഒരു 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു എനിക്ക് ശ്രീ രാജസേനൻ്റെ അടുത്തെത്താൻ. അപ്പോൾ ഞാൻ ഈ കാര്യമൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് കണ്ട എൻ്റെ നാട്ടിൻ പുറത്ത് വെച്ച് ഞങ്ങൾ അന്തം വിട്ട് കണ്ടുകൊണ്ടിരുന്ന നായകനുണ്ടല്ലോ, ജയറാം. ഈ ജയറാം തന്നെ ഈ കനകസിംഹാസനത്തിൽ നായകനായി. ഈ യേശുദാസ് എന്ന് പറയുന്ന ഗന്ധർവ ഗായകൻ തന്നെ പാട്ടുപാടാൻ കാലം ഇങ്ങനെ പൊന്നുപോലെ കരുതി വെച്ചു. അങ്ങനെയാണ് അതിൽ തന്നെ സുന്ദരനോ അത് ഞാനിപ്പോ ചോദിക്കാൻ വരുന്നത്. ഈ ജയറാമേട്ടന്റെ പടങ്ങൾക്ക് ഒരു രാശി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ സുന്ദരനോ സൂര്യനോ ആ പാട്ടൊക്കെ ഇപ്പൊ കേൾക്കുമ്പോഴേക്കും നമ്മൾ ഇപ്പോഴും കേൾക്കാറുള്ള പാട്ടുകളാ. അതിൽ തന്നെ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ഗായകനുണ്ടല്ലോ, അദ്ദേഹം ശാസ്ത്രീയ സംഗീതത്തിൽ വലിയ തിരക്കുള്ള പണ്ഡിതനായ ഒരു ഗായകനാണ്. നിവേദിതയിലൊക്കെ ആള് പാടിയിട്ടില്ലേ? നിവേദിതല്ല, നിവേദ്യം സിനിമയില് ഒരു സോങ് ഉണ്ടായിരുന്നു, അത് അദ്ദേഹം പാടിയിട്ടുണ്ട്. ഈ ശങ്കരൻ നമ്പൂതിരി ഈ സിനിമയിലാണ് ആദ്യമായിട്ട് പാടുന്നത്. അതാണ് അഴകാർന്ന നീലമയിലേ മിഴിപ്പാതിച്ചാരും കുയിലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ സജീവമായി. പിന്നീടാണ് സിനിമയിലൊക്കെ. അപ്പോൾ ഈ സമയത്തും നമ്മൾ സമാന്തരമായ ഗാനശാഖയിൽ അടയാളപ്പെട്ടു. അതായത് പ്രൊഫഷണൽ നാടകത്തിൽ എന്നെ രംഗത്ത് കൊണ്ടുവന്ന പ്രൊഫഷണൽ നാടകത്തിൽ എല്ലാ വർഷവും ഒരു 9, 10, 11 പ്രൊഫഷണൽ നാടകങ്ങളിൽ പാട്ടെഴുതി ഞാൻ സമാന്തരമായി മറ്റൊരു യാത്ര നടത്തുന്നുണ്ട്. വേറൊരു സമാന്തര യാത്രയുണ്ട്. പിന്നെ MG ശ്രീകുമാർ ഉൾപ്പെടെ വലിയ വലിയ ഗായകർ പാടുന്ന അയ്യപ്പ ഗാനങ്ങൾ, ഓണപ്പാട്ട്, 3 മേഖലകൾ ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയില്ല, ഈ നാടകഗാനങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അത് കുറച്ചുകൂടി സ്റ്റേജ് ആണല്ലോ, അപ്പൊ കുറച്ചുകൂടി എറിക്കാൻ വേണ്ടിയിട്ടുള്ള വേർഡ്സ് ആയിരിക്കുമോ നമ്മൾ യൂസ് ചെയ്യുന്നത്? കാരണം സിനിമ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആയിരിക്കും. അങ്ങനെയില്ല. അതായത് നാടകത്തിന്റെ ചെറിയ അതിരുകളുണ്ടല്ലോ, വേദിയുടെ പരിമിതി, അതിനെ അതിലംഘിക്കാൻ പറ്റിയ രീതിയിൽ എന്തും എഴുതാൻ തുറന്നു. പിന്നെ വൈകാരികത കൂടുതലാണ് നാടകത്തിൽ, കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അത്തരം വൈകാരിക തീവ്രതയുള്ള രംഗങ്ങൾ ഒക്കെ പാട്ടിലുണ്ടാവും. അപ്പോൾ പിന്നെ എത്ര പേർ കാണുന്നു എന്നല്ല, കാണുന്നവർ അത് ഹൃദയത്തിൽ മരണം വരെ കൊണ്ടാടുന്ന പാട്ടുകളാണ്. ചിലപ്പോൾ 1 വർഷം വരെ ഈ ഒരു നാടകം നീണ്ടു നിൽക്കും, പക്ഷെ കാണുന്നവർ മരണം വരെ മറക്കാത്ത നാടകങ്ങളാണ്. ആ നാടകത്തിൽ പാട്ടുണ്ടാവുക. പിന്നെ നമ്മൾ പറയാറുള്ളത് പോലെ ഉത്സവപ്പറമ്പുകളിലൊക്കെ നിലാവുള്ള രാത്രികളിൽ നമ്മളിങ്ങനെ ഒരു കൊച്ചുകുട്ടിയായിട്ട് കേട്ട പദങ്ങളുണ്ടല്ലോ, ഫ്രാൻസിസ് ടി മാവേലിക്കര, വക്കം ഷക്കീർ, അഡ്വക്കേറ്റ് മണിലാൽ എന്നൊക്കെ പറയുന്ന പേരുകൾ. പിൽക്കാലത്ത് വത്സൻ നിസരി, ഹേമന്ത് കുമാർ, രാജേഷ് ഇരളം, അവരൊക്കെ പിൽക്കാലത്ത് വന്നതാണെങ്കിൽ ഈ ആദ്യം പറഞ്ഞ പേരുകളെയൊക്കെ നമുക്ക് അവരുമായിട്ടൊക്കെ സഹകരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ്
MK അർജുനൻ മാഷ്, വൈപ്പിൻ സുരേന്ദ്രൻ, കുമരകൻ രായപ്പൻ, ഫ്രാൻസിസ് വലപ്പാട്, കലവൂർ ബാലൻ, സംഗീത സംവിധായകരുടെ പേരുകളാണ്. ഇവരുടെയൊക്കെ പേരിങ്ങനെ ഉച്ചഭാഷണിലൂടെ ഒഴുകി വരുമ്പോൾ നമ്മളൊരു മായാ ലോകത്തായിരിക്കും. അങ്ങനെ അത്തരമൊരു ബാല്യകൗമാരമൊക്കെ ഒത്തിരി പേർക്കുള്ളതുപോലെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്കുള്ളതുപോലെ എനിക്കുണ്ട്. ഈ ഇപ്പൊ പണ്ടത്തെ ഈ നാടക ആ ഒരു വേദിയിലേക്ക് ചേട്ടന് ശരിക്കും പറഞ്ഞ ഒരു എൻട്രി കിട്ടിയത് ഏത് സമയത്താ? അതായത് ഓക്കെ, നാടകത്തിനൊരു ഒരു പാട്ട് എഴുതാനായിട്ട് ഒരു അവസരം കിട്ടിയത് ഏത് സമയത്തായിരുന്നു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18 വയസ്സിൽ ഞാൻ ശ്രീ രാജസേൻ ചേട്ടനോട് അവസരം ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിനു മുമ്പ് 16 വയസ്സ് തൊട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്നെ അതിനൊക്കെ പ്രേരിപ്പിച്ചത് ഈ വയലാർ രാമവർമ്മയോടുള്ള അന്ധമായ ആരാധനയാണ്. ചേർത്തലക്കാർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇച്ചിരൂടെ ആരാധന കൂടും. ഈ ചേർത്തലയിലെ കടക്കരപ്പള്ളിയാണ് എൻ്റെ ഗ്രാമം, അയൽ ഗ്രാമമാണ് വയലാർ. അപ്പോൾ വയലാറിന്റെ ചരിത്രം, അദ്ദേഹം അനുഭവിച്ച സങ്കടങ്ങൾ, തിക്താനുഭവങ്ങൾ, ഇതൊക്കെ വയലാറിനെ ആരാധനാപാത്രമാക്കി മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പാട്ട് എഴുതണം, ന്യായമായ ആഗ്രഹമാണ്, അതൊരു അതിമോഹമാണെന്നൊക്കെ മനസ്സെപ്പോഴും പറയും, എങ്കിലും ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ച് എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം രാജൻ പി ദേവിനാണ് കത്തെഴുതിയത്. അപ്പോൾ രാജൻ പി ദേവിൻ്റെ സെക്രട്ടറി മുകുന്ദൻ, അദ്ദേഹം അവിടുത്തുകാരനാണല്ലേ? അതെ, അദ്ദേഹം രാജൻ ചേട്ടനും ഞങ്ങളുടെ നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു കത്തയച്ചു. ഈ നാടകത്തിൽ ശ്രീ പി ഭാസ്കരന്റെ കവിതയാണ് പൂച്ചാക്കൽ ഷാഹുൽ ഗാനങ്ങൾ എഴുതി, അനുകൂലമായ അവസരമുണ്ടെങ്കിൽ അറിയിക്കാം എന്നാണ്. അനുകൂലമായ അവസരം ഉണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഒരു 16-17 വയസ്സേ ഉള്ളപ്പോൾ. പക്ഷെ 19 വയസ്സിൽ തന്നെ എനിക്ക് എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ആലിങ്കൽ ജംഗ്ഷന്റെ അടുത്ത്, ചേർത്തലയിൽ അർത്തുങ്കൽ പള്ളിയിൽ പോകുന്ന റൂട്ടിൽ ഒരു സ്ഥലമാണ് ഈ ആലിങ്കൽ. അതിന്റെ അടുത്ത ജംഗ്ഷനാണ് തൈക്കൽ. അത് കഴിഞ്ഞ ഒരു 4-5 ജംഗ്ഷൻ കൂടെ കഴിഞ്ഞ അർത്തുങ്കൽ പള്ളിയാണ്. ഈ തൈക്കൽ ജംഗ്ഷനിൽ ഞങ്ങൾക്ക് ഒരു സമിതി ഉണ്ടായിരുന്നു പണ്ട്, ഞങ്ങളുടെ നാട്ടുകാർ. അത് വലിയ സമിതിയാണ്, ചേർത്തല ശൈലജ. അപ്പോൾ അതിൽ രാജൻ പി ദേവൊക്കെ സംവിധാനം ചെയ്യുന്ന അത് MK അർജുനൻ മാഷിന്റെ ഈണം, കുമരകൻ രായപ്പൻ, അങ്ങനെ വലിയ വലിയ ആൾക്കാർക്ക് ഈണം ചെയ്യുന്ന പാട്ട്, ശ്രീകുമാരൻ തമ്പി സാർ എഴുതുന്ന പാട്ടുകൾ, അത്ര വലിയൊരു സമിതിയായിരുന്നു. അവരുടെ 13ാമത്തെ നാടകത്തിൽ എനിക്ക് അവസരം കിട്ടി. അത് 1992-ലാണ്. അന്ന് പ്രായം ഈ പറയുന്ന 19-20 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ സമയത്ത് എനിക്ക് അവസരം കിട്ടി. അടുത്ത വർഷം രാജൻ പി ദേവ് അവസരം തന്നു. പിന്നെ ഏറ്റവും വലിയൊരു സമിതി വൈക്കം മാളവിക, അതിൽ TK ജോൺ എന്ന് പറയുന്ന ലോഹിതദാസ് സാറിനെയൊക്കെ നാടകത്തിൽ സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന് പറയുന്ന നാടകത്തിൽ അവതരിപ്പിച്ച TK ജോൺ, സാക്ഷാൽ TK ജോൺ എനിക്ക് അവസരം നൽകി. പിന്നെ സിനിമയിൽ പാട്ട് എഴുതാൻ മദ്രാസിൽ പോകുന്നത് പോലെ നാടകത്തിൽ സജീവമാണെങ്കിൽ കൊല്ലത്ത് വണ്ടി കയറണമായിരുന്നു ആ കാലത്ത്. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മാവൻ തന്ന 50 രൂപ, അന്ന് 29 രൂപ 50 പൈസയാണ് ചേർത്തലയിൽ നിന്നും കൊല്ലം വരെ വണ്ടി കയറി ഇറങ്ങുന്നതിന്. അങ്ങനെ 50 രൂപ കയ്യിലുള്ളായിരുന്നു. പക്ഷെ ഞാൻ കൊല്ലത്തേക്ക് എങ്ങനെയെങ്കിലും, കൊല്ലത്ത് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും വരാം, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് അവിടെ ഇറങ്ങി. കൊല്ലത്ത് ഇറങ്ങി, കൊല്ലം KSRTC സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണ് അൻസാർ ലോഡ്ജ്. ആ ലോഡ്ജിൽ 12-14 മുറികളുണ്ട്. ആ മുറികളിൽ ഓരോ മുറികളിലും ഓരോ നാടക കമ്പനി മുതലാളിമാർ, വയലാർ നാടകവേദിയുടെ ഉമ്മൻകോശി ഒരു മുറിയിലുണ്ടാവും. മറ്റൊരു മുറിയിൽ അക്കം ഷക്കീറുണ്ട്, കൊല്ലം ബാബു എന്ന് പറയുന്ന ആളുണ്ട്. അങ്ങനെ വലിയ വലിയ ആൾക്കാർ ഇരിക്കുകയാണ്. അവിടെയൊക്കെ പോയി ചാൻസ് ചോദിച്ചു. അപ്പോൾ എന്നെ ആദ്യം കണ്ടപ്പോൾ ഇവർക്കൊരു കോമഡി ആയിട്ട് തോന്നി. പാട്ടെഴുത്തുകാരുടെ ഒരു കെട്ടും മട്ടമൊന്നും ഇല്ലാത്തൊരു പയ്യൻ, അന്ന് ഏഴാച്ചേരിയും ചാത്തന്നൂർ മോഹനും അതുപോലെ തന്നെ മധു വെമ്പായവും കോന്നിയൂർ ഭാസും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ പ്രായമാണ് ഇവർക്കൊക്കെ അന്ന്. അപ്പോൾ എനിക്ക് അങ്ങനെ അവസരം കിട്ടൂലെന്ന് ഞാൻ വിചാരിച്ചു. ആ വർഷം കിട്ടിയില്ല. അടുത്ത വർഷം കൊല്ലത്ത് തന്നെ കേരളത്തിലെ ഏക നാടക സംവിധായികയായ ഉഷ ഉദയൻ എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, കൊല്ലം ചൈതന്യ. അപ്പോൾ അവിടെ എനിക്കൊരു കവിത എഴുതാൻ തന്നു. കുറേ കവിതയും 4-5 പാട്ടും ഒക്കെയാണ് ഒരു നാടകത്തിലുള്ളത്. പക്ഷെ ആ പാട്ടെഴുതാനിരുന്ന പ്രശസ്തനായ ഗാന്ധിതാവ് എനിക്ക് കവിത തന്നു എന്ന കാരണത്താൽ പിണങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഉഷാവുദയൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രാജീവ് തന്നെ മുഴുവൻ എഴുതുമെന്ന് പറഞ്ഞു. ആ നാടകമാണ് കൊല്ലം ചൈതന്യയുടെ അർച്ചനപ്പൂക്കൾ. അത് വലിയ വലിയ ഹിറ്റായി ഓടി. അടുത്ത വർഷം അവരുടെ നാടകത്തിൽ എനിക്ക് അവസരം നൽകി. അത് അവകാശി നാടകം. അപ്പോൾ അന്ന് നാനാ വാരിക ഒരു ഗ്യാലപ്പോൾ അവാർഡ് നടത്തുമായിരുന്നു. സിനിമയിലും ആൽബങ്ങളിലും നാടകത്തിലും അവാർഡ് കിട്ടുന്നവർക്ക് ഇങ്ങനെ കൊടുക്കുക, ഗ്യാലപ്പോൾ അവാർഡ്. അതായത് നാനയുടെ 42ാമത്തെ പേജിൽ ഒരു കൂപ്പൺ ഉണ്ടാവും. ഇത് പൂരിപ്പിച്ച് വായനക്കാർ അയക്കും. അങ്ങനെയാണ്. അപ്പോൾ
ഈ അവകാശി എന്ന നാടകവും ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഏഴാച്ചേരി രാമചന്ദ്രൻ, ചാത്തന്നൂർ മോഹൻ എന്നൊക്കെ പറഞ്ഞാണല്ലോ അയക്കുന്നത് നാടകത്തിൽ. നാടകപ്രേമികളുടെ വലിയൊരു കാലമായിരുന്നു. നാടകം കാണാനുള്ള വലിയൊരു തലമുറ ഉണ്ടായിരുന്നു അന്ന്. ഇതിനേക്കാളും ഇപ്പോഴത്തെ യൂത്തൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ളൊരു കാലമാണ്. 96 കാലമാണ് ഈ പറയുന്നത്. അന്ന് ഈ അവകാശിയിലെ പാട്ടെന്ന് മാത്രം, എൻ്റെ പേര് ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ അവകാശിയിലെ പാട്ടെന്ന് പറഞ്ഞ് മാത്രം കുറേ കൂപ്പൺ വന്നു. അപ്പോൾ അന്ന് പെരുമൺ മോഹനേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ് ഈ കൂപ്പണൊക്കെ, ഒരു വലിയ സാഹിത്യകാരനായിരുന്നു അദ്ദേഹം പിൽക്കാലത്ത് എന്നോട് പറഞ്ഞു, രാജീവിന് ഏറ്റവും കൂടുതൽ കൂപ്പണൊന്നും കിട്ടിയില്ല, പക്ഷേ ഈ താപ്പാനകളുടെ ഇടയ്ക്ക് ഈ അവകാശിയിലെ പാട്ടെന്നും പറഞ്ഞ് ആയിരക്കണക്കിന് കൂപ്പൺ വന്നു. എന്നാൽ അയാൾക്ക് തന്നെ ഈ വർഷം കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അതെനിക്ക് വലിയൊരു ദേശീയ അവാർഡ് കിട്ടുന്ന പോലെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി എൻ്റെ അച്ഛനോടൊപ്പം കൊല്ലത്ത് പോകുന്നു, അവാർഡ് മേടിക്കുന്നു. അന്ന് സിനിമയ്ക്ക് അവാർഡ്, ആൽബങ്ങൾക്ക് അവാർഡ്. അപ്പോൾ സിനിമയ്ക്ക് അന്ന് എസ് രമേശൻ നായർക്കും അതുപോലെ തന്നെ നാടകത്തിൽ എനിക്കും ഒക്കെ അവാർഡ് കിട്ടുന്നു. ഇവരോടൊപ്പം ഫോട്ടോ, പിന്നെ മാർക്കോസിന് അവാർഡ്, ജി വേണുഗോപാലിന് അവാർഡ്. ഇവരൊക്കെ നേരിട്ട് കാണുകയാണെന്ന് 96 അങ്ങനെ ഒരു വലിയൊരു ഒരു ഇതുണ്ടായി. പിന്നെ നാടകത്തിൽ സജീവമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോണി സാഗരിയെ പോയി കാണുന്നത്. അപ്പോൾ ജോണി സാഗരി പറഞ്ഞ അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് വാ എന്ന് പറയുന്നു. അപ്പോൾ ഓഡിയോ കാസറ്റ് രംഗത്തെ രാജാവാണ് ജോണി സാഗരിയ എന്ന്. അദ്ദേഹം അത്തം എന്ന് പറയുന്ന ഒരു പിന്നെ ആ വർഷത്തെ ഓണപ്പാട്ട് അത്തം, അതിൽ ബേബി ശബ്നം എന്ന് പറഞ്ഞ ഒരു ഗായിക പാടുന്നുണ്ട്. ആ ഗായികയാണ് വെണ്ണില ചന്ദനക്ക് ആ പാട്ട് പാടി ഹിറ്റായി നിൽക്കുന്ന കാലം. ആ കുട്ടിയെ കൊണ്ട് പാട്ട് പാടിക്കുന്നത് മാത്രം എന്നെ കൊണ്ട് എഴുതിച്ചിട്ട് ബാക്കി MD രാജേന്ദ്രൻ എന്ന് പറയുന്ന വലിയ ഒരു സിനിമാ പാട്ട് എഴുത്തുകാരനുണ്ട്. അദ്ദേഹം അന്ന് ശിശിരകാലമേ അതൊക്കെ എഴുതി ഹിറ്റായി, ദേവരാഗത്തിലെ പാട്ടൊക്കെ എഴുതി ഹിറ്റാവുന്ന സമയമാണ്. അപ്പോൾ ആ പാട്ട് എഴുതാൻ ഞാൻ ചെല്ലുന്നു. ഇത് വേറൊരു അനുഭവമാണ്, നാടകത്തിൽ നിന്നും വ്യത്യസ്തമായ അനുഭവമാണ്. അത് കാക്കനാട് വാഴക്കാലയിലുള്ള റിയാൻ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ്. അതിൻ്റെ അടുത്തുള്ള റൂമിൽ ചെല്ലുമ്പോൾ സാക്ഷാൽ MDR ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ, ഋതുഭേദ കൽപ്പന, ഇതൊക്കെ കേട്ട് വല്ലാതെ കോരിത്തിരിച്ചിരിക്കുന്ന കാലമാണ് നമ്മുടെ. അപ്പോൾ അദ്ദേഹത്തുമായിട്ട് പരിചയപ്പെടുന്നു, ആ പാട്ട് എഴുതുന്നു. ജോണി ചേട്ടൻ ആദ്യമായിട്ട് എനിക്ക് പ്രതിഫലം നൽകുന്നു. അപ്പോൾ ഈ കാസറ്റ് രംഗത്ത് എനിക്ക് ആദ്യം 250 രൂപയാണ് രാജ്യം തന്നത്. അതിൻ്റെ 4 ഇരട്ടി പൈസ 98 ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടുവാണ്. അപ്പോൾ ഞാൻ ജോണി സാഗരിയോട് പറഞ്ഞു, ഈ പ്രതിഫലം രാഹുകാലം കഴിഞ്ഞ് മേടിച്ചാൽ പോരെ. ജോണി സാഗരി പറഞ്ഞു, യോഗമുള്ളവന് രാഹുകാലം ഒന്നും പ്രശ്നമല്ല, താൻ ഈ പൈസ മേടിക്കും, രാഹുകാലമൊക്കെ അവിടെ കിടക്കും, തനിക്ക് യോഗം ഉണ്ടെങ്കിൽ താനിതുകൊണ്ട് ജീവിക്കും. പിന്നെ ഒരു കാര്യം, ആദ്യം ഞാനൊരു അവസരം തന്നെന്ന് പറഞ്ഞ് ഇനിയും എന്നെ തന്നെ പ്രതീക്ഷിക്കരുത്. ആദ്യം ഒരു അവസരം നൽകുന്നത് ആർക്കും കിട്ടുന്നതാണ്, പ്രയത്നിച്ചാൽ മാത്രമേ അതിന് തുടർച്ചയുണ്ടാവൂ. ഞാനത് അക്ഷരം പ്രതി പാലിക്കുകയും കേരളത്തിലെ എല്ലാ ഓഡിയോ കമ്പനിക്കും പാട്ടെഴുതി. അപ്പോൾ എനിക്ക് സന്തോഷകരമായ കാര്യം, തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നാടകത്തിലും ഈ ആൽബത്തിലും സിനിമ എത്തിയിട്ടില്ല, എന്നോടൊപ്പം സഹകരിച്ചവരൊക്കെ ഗുരുക്കന്മാരായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗുരുക്കന്മാരോടൊപ്പമാണ് സഹകരിച്ചത്. AV വാസുദേവൻ പോറ്റി, പിന്നെ PC അരവിന്ദൻ, ചുവല്ലൂർ കൃഷ്ണൻകുട്ടി, പള്ളിപ്പുറം മോഹനേന്ദ്രൻ, ഇവരൊക്കെയാണ് അന്നത് ഭക്തിഗാനം എഴുതുന്ന ആൾക്കാർ. നാടകത്തിലാണെങ്കിൽ സൂചിപ്പിച്ചല്ലോ നേരത്തെ. അപ്പോൾ നാടകത്തിലെയും ഓഡിയോ കാസറ്റിലെയും ലെജൻഡുകളോടൊപ്പം സഹകരിക്കും. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പറഞ്ഞ പേരുകളിൽ പലരും ജീവിച്ചിരിപ്പില്ല. എൻ്റെ സഹപ്രവർത്തകരിൽ പലരും ജീവിച്ചിരിപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ സഞ്ചരിച്ചത് വലിയ വലിയ ആൾക്കാരോടാണ്. അപ്പോൾ പിന്നെ പ്രസിദ്ധമായൊരു വാക്കുണ്ടല്ലോ, ഭാഗ്യവശാൽ രത്നങ്ങൾ പിന്നെ വൈരങ്ങൾ തുളച്ച രത്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഭാഗ്യവശാൽ ഞാനൊരു നൂലായിരുന്നു എന്നാണ് കവിതയുടെ. ഞാൻ ഒരു നൂലായിരുന്നു, പക്ഷെ ഞാൻ കടന്നുപോയത് ഈ രത്നങ്ങൾക്കിടയിലൂടെയാണ്. ഈ ഇപ്പം ഓഡിയോ ആ ഒരു കാസറ്റ് ഒക്കെ കേട്ടിരുന്ന ആ ഒരു സമയത്തുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ഞാൻ അതൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഒരു ഓഡിയോ കാസറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ റേഡിയോ കേൾക്കുന്നു, അപ്പോഴാണോ കുറച്ചുകൂടി ഈ സാഹിത്യപരമായിട്ടുള്ള അതിനകത്തേക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള വരികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നത്? കാരണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിഷ്വലിലൂടെ കാണുകയാണ്, അപ്പൊ കുറച്ചുകൂടി ആ കേൾക്കുന്ന ലിറിക്സിന് അത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആ വിഷ്വൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ അധികം ആൾക്കാർ വരികൾ ശ്രദ്ധിക്കാത്തത്? തീർച്ചയായിട്ടും അല്ലേ. ഈ വരികൾ എപ്പോഴും ആലോചനാമൃതമാണ്.
ആലാപനാമൃതവും ആലോചനാമൃതവുമാണ്. ആലാപനാമൃതമാണ് സംഗീതം. ഈ ഏത് ആലാപനവും ആഘോഷത്തിലാണ് തുടക്കം, ശരിയല്ലേ? അടിച്ചുപൊളി എന്ന് പറയുമ്പോൾ ഉടനെ ആഘോഷമാണ്. ആഘോഷത്തിന് ഒരു ആറാട്ട് വരെ ആയുസുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഉത്സവപ്പറമ്പിൽ പോകും. എങ്ങനെ പോകും? അച്ഛൻ്റെ കൈ പിടിച്ച്, അമ്മയുടെ കൈ പിടിച്ച് ഒക്കെ പോകും. കൈ പിടിച്ച ആ അച്ഛൻ്റെ കൈയോ ചൂടോ ഒക്കെ നമ്മൾ മറക്കുന്ന കാര്യം എന്നറിയാമോ? ഇതിനേക്കാളും വലിയ അവിടെ ഉണ്ട്. ഇതിനേക്കാളും വലിയ ആന അവിടെ, അച്ഛനേക്കാളും വലിയ ആന ഉണ്ടെന്നാണ് നമുക്ക് തോന്നല്. പക്ഷെ ആന ഉത്സവം കഴിഞ്ഞ് തീർന്നു പോകും. ആനയുടെ പാട്ടിന് പോവും, ബലൂൺ തീർന്നു പോവും, വളക്കച്ചവടക്കാർ പോവും. കുറേ കഴിയുമ്പോൾ നമ്മൾ ഓർത്തെടുക്കും അച്ഛൻ്റെ ചൂട്, കൊണ്ടുപോയ ആളുടെ ചൂട്. അതുപോലെ സാഹിത്യം പിന്നീട് ഓർക്കും. ഞാൻ 25 വർഷം മുമ്പ് എഴുതിയ സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ ഇപ്പോഴാണ് എന്റേതാവുന്നത്. ഇതിനു മുമ്പ് പാട്ട് കൊള്ളാം, പാട്ട് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നുകൂടി ശരിയാക്കിയിട്ടില്ല. ഇപ്പോഴാണ് എന്നിലേക്ക് എത്തുന്നത്. അതിന് പ്രസിദ്ധമായൊരു കഥയുണ്ട്. ഈ ഒരു സ്വാതി നക്ഷത്ര നാളിൽ ഒരു മുത്തുച്ചിപ്പി ഒരു മഞ്ഞുതുള്ളിയെ സ്വീകരിച്ച് കടലിന്റെ അടിയിലേക്ക് പോകും. ഇതൊരു സങ്കല്പ കഥയാണ്. എന്നിട്ട് ആ മഞ്ഞുതുള്ളിയെ മുത്താക്കി മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെടും. മുത്തായി കഴിയുമ്പോൾ ഇരിക്കപ്രതിയില്ലാതെ മുകളിലേക്ക് വരും. അതിന് മീൻപിടുത്തക്കാരന് കിട്ടും. മീൻപിടുത്തക്കാരൻ അത് കരയിൽ വന്നിട്ട് തന്നെ കാത്തിരിക്കുന്ന പെണ്ണിന് അണിയും. വറുതിയാകുമ്പോൾ ആ പാവം പെണ്ണ് അത് അടുത്ത പണക്കാരന്റെ ഭാര്യയ്ക്ക് പണയം വെക്കും. തിരിച്ചെടുക്കാൻ കഴിയാതെ അത് പണക്കാരന്റെ ഭാര്യയുടെ സ്വന്തമാകും, അല്ലേ? അപ്പൊ മുത്ത് ആരുടേതാണ്? മുത്ത് പാവം മുത്തുച്ചിപ്പയുടേതാണ്. ഇപ്പൊ കിടക്കുന്നത് പണക്കാരന്റെ ഭാര്യയുടെ മാറിലാണ് എന്ന് പറഞ്ഞതുപോലെ പാട്ട് ആത്യന്തികമായി ഗാനരചയിതാവിൻ്റെയാണ്. സംഗീത സംവിധായകൻ അതിനെ എല്ലാ തരത്തിലും പരിപാലിക്കുന്നയാളാണ്. വരിയില്ലെങ്കിൽ പിന്നെ ആ പാട്ടിന് പാട്ടില്ല. ഇപ്പൊ ഇളയരാജയൊക്കെ അതിന്റെ ആ ഒരു പേറ്റന്റിന്റെ കാര്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ അത് അവകാശവാദം പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പോസ്റ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ പാട്ടാണ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അതായത് അവര് അത് ആ പാട്ടിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ്. അത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മൾ ആ പാട്ട് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗാനരചയിതാവിനും സംവിധായകനും ഉള്ളത് തന്നെയാണ്. പക്ഷെ അതിന് ഇങ്ങനത്തെ ഇത്രയും കോമ്പൻസേഷൻ വാങ്ങുക, അല്ലെങ്കിൽ അതിനു വേണ്ടി കുറെ അതില് ഇപ്പൊ നമ്മുടെ വിഷയമല്ലെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിക്കുവാണ്. അത് രാജസാറ് പറയുന്നത് അതിന്റെ ഓഡിയോ റൈറ്റ് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. സംഗീത സംവിധായകൻ എന്ന രീതിയിലല്ല അദ്ദേഹം, മനസ്സിലായില്ലേ? ഇപ്പൊ ജോണി സാഗരികയോ സർഗം മ്യൂസിക്സോ ഈസ്റ്റ് കോസ്റ്റിന്റെയോ ഒരു സ്ഥാനമാണ് അദ്ദേഹം അവിടെ ആ ഒച്ചയെടുക്കുന്നത്. അതായത് റൈറ്റ് വിറ്റിട്ടില്ല. റൈറ്റ് ആർക്കും വിൽക്കാതെ സംഗീത സംവിധായകൻ അനിഷേധ്യനായി ചെയ്ത പാട്ടുകളാണ്. ഒരിക്കലും കേരളത്തിലെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. കാര്യം അത് വേറെ റൈറ്റ് ആണ്, അത് വേറെ ഓഡിയോ കമ്പനിക്ക് റൈറ്റ് പോയിരിക്കുകയാണ്. തമിഴിലെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒച്ചയെടുക്കുന്നത്. അതൊന്നും ആർക്കും അദ്ദേഹം വിറ്റിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അതുകൊണ്ടാണ് അദ്ദേഹം പാടരുതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് SP സാറും ചിത്ര ചേച്ചിയും കൂടി വിദേശത്ത് പോയപ്പോൾ എൻ്റെ പാട്ടുകൾ പാടാൻ നേരത്ത് എനിക്ക് കൂടി വിഹിതം തരണമെന്ന് പറയുമ്പോൾ SP സാറിന് പാടാൻ പിന്നെ പാട്ടില്ലാതായി. അപ്പൊ അദ്ദേഹം ഗത്യന്തരമില്ലാതെ വിഹിതം കൊടുത്തു. സംഗീത സംവിധായകൻ എന്ന രീതിയിലല്ല അദ്ദേഹം ആ ആർഗ്യുമെന്റ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ദേവയും അതുപോലെ റഹ്മാൻ സാറും ഒക്കെ ഒച്ചയെടുക്കേണ്ടതല്ലേ? അല്ല, അവർക്കൊന്നും ആ റൈറ്റ് ഇല്ല. അവരുടെ പാട്ടുകളുടെ ഒക്കെ റൈറ്റ് വേറെ കമ്പനികൾക്കാണ്. രാജസാറിന്റെ പാട്ടുകളുടെ റൈറ്റ് അദ്ദേഹം ആർക്കും വിറ്റിട്ടില്ല. അപ്പോൾ സംഗീത സംവിധായകൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം അല്ല. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അല്ല, ഓഡിയോ റൈറ്റ് ആണെന്ന് അറിയാം. എന്നാലും ആ ഓഡിയോ റൈറ്റ് എല്ലാവരും ഉണ്ടല്ലോ, ഉണ്ട്. പക്ഷെ നമ്മൾ ആ ചില വേർഷൻസ് മാത്രമേ അത് എങ്ങനെ അതിനു വേണ്ടി ഇങ്ങനെ തല്ലുപിടിക്കണോ നമുക്ക്. അല്ലെ, നമ്മുടെ ഇപ്പൊ IPRS സംഘടനയുണ്ട്, IPRS. ആ IPRSൽ പോലും രാജസാറ് അംഗം ആയിട്ട് സജീവമല്ല എന്നാണ് എൻ്റെ അറിവ്. ഞങ്ങളൊക്കെ IPRSൽ അംഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഴുവൻ അവകാശം. ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോ നടന്നാൽ പോലും IPRS അവിടെ വരും, വന്നിട്ട് അതിന്റെ പൈസ മേടിക്കും. ആ പൈസയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലും രാജസാർ നേരിട്ട് ചോദിക്കുകയാണ്. അതൊക്കെ അദ്ദേഹം അനിഷേധ്യനായത് കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അനിഷേധ്യനായ സമയത്ത് അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ കരഗതമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പലരും തെറ്റിദ്ധരിക്കുന്നത് സംഗീത സംവിധായകൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് മാത്രം എന്താണ് ഈ ബഹളം എന്നാണ്. പക്ഷെ അതല്ല, സത്യം അതല്ല.